to be true, but I get tired of running. Fuck it, now I'm running with you. So boy, I'm trying to meet your mama on a Sunday. The nigga I love on Monday. Never need no one else, babe. 'Cause I'll be switching the positions for you. ഹലോ തേയ, താനിവിടെ ഉണ്ടോ? ഡോറ് തുറക്ക്. എൻ്റെ ദൈവമേ, ചിമ്മി കുക്കി കുക്കി, താൻ വേഗം കട്ടിനടിയിലേക്ക് നിന്നേ. അയ്യോ, ഒലക്കൻ്റെ മൂട്. ഈ ചിമ്മി വരാൻ കണ്ട സമയം. എന്തിന്? ഞാനോ? ഞാൻ നിൽക്കില്ല. എന്തിന്? ചിമ്മിനോട് ഉള്ളിൽ വരാൻ പറ. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തേക്ക് മനസ്സിലായി. കുക്കി പറഞ്ഞ പോലെയാണെന്ന്. അതുകൊണ്ട് കുക്കീനോട് വേറൊന്നും പറയാൻ നിൽക്കാതെ ചിമ്മിനോട് പറഞ്ഞു, ഇച്ചായ ഞാൻ ഫ്രഷ് ആവുക, ചിമ്മിച്ചാൻ പൊയ്ക്കോ. അല്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ഉണ്ട്. എന്നാൽ നീ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ റൂമിലേക്ക് വാ. ഓക്കെ? ആണോ? ഓക്കെ. ചിമ്മിച്ചാൻ പൊയ്ക്കോ, ഞാനോട് വന്നോളാം. പൊയ്ക്കോ. അങ്ങനെ ചിമ്മിയുടെ റൂമിലേക്ക് പോയി. കുക്കി, താൻ എന്ത് പണിയാണോ ചെയ്തത്? താൻ എന്താണ് ചെയ്തത്? വല്ല ബോധമുണ്ടോ തനിക്ക്? എനിക്ക് നല്ല ബോധമുണ്ട്. എന്തേ? ഒന്നുകൂടെ അയ്യല്ലോ. ചിമ്മി എല്ലാം കൊളാക്കി. നമുക്ക് ഒന്നുകൂടെ ഫസ്റ്റ് തുടങ്ങിയാലോ? എന്തോന്ന്? താന്ന് പോടും. ഒന്ന് റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു മാനേഴ്സില്ലേ? ഒന്ന് ഡോറൊന്ന് നോക്കി ചെയ്തൂടെ തനിക്ക്? അത്യാവശ്യം മാനേഴ്സൊക്കെ എനിക്കറിയാം. പിന്നെ ഈ റൂമിലേക്ക് നോക്കിയത് വരണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്. ഓഹോ, ഇപ്പോൾ ഞാൻ കയറി വന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മറ്റാരെങ്കിലും ആണെങ്കിലോ കയറി വരുന്നെങ്കിൽ, എൻ്റെ ഈ സീനും കണ്ടിട്ടാണെങ്കിലോ വരുന്നെങ്കിൽ എന്തേക്കും അവസ്ഥ? ഇതിപ്പം ഞാനായോണ്ട് കുഴപ്പമില്ല. ഇനിയും കാണാനുള്ളതാണെന്ന് വിചാരിക്കാം. പക്ഷേ മറ്റുള്ളവരെങ്ങനെയാണോ? കുക്കി എന്തൊക്കെ പറയുന്നേ? ഇങ്ങനെ സെൻസിലല്ലേ ഉള്ളത്? നാണം കിട്ടും. കണ്ടോ ഇനി? എന്താ എൻ്റെ പെണ്ണ് ആലോചിക്കുന്നേ? എന്താ ആലോചിക്കുന്നേ? ഞാനൊന്നും ആലോചിച്ചില്ല. പിന്നെ താനൊന്നും കണ്ടില്ലല്ലോ അല്ലേ? അത് പിന്നെ ഞാനൊന്നും കണ്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ കണ്ടു. കണ്ടില്ല? ഇല്ല, അവനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഓരത്തെ പറയായിരിക്കും. താനൊന്ന് പോയേ. താനൊന്നും കണ്ടിട്ടില്ല. എനിക്കാരും കണ്ടിട്ടില്ല. താനൊന്ന് പോയേ ഇവിടുന്ന്. അയ്യേ, ഞാനെന്തിനാ പുള്ളു പറയുന്നത്? അതും എൻ്റെ പെണ്ണിനോട്. ഒരിക്കലുമില്ല. സത്യം പറയുന്നത്. ഞാൻ കണ്ടു. വിചാരിച്ച പോലെ നല്ല കേട്ടോ. പോടാ പട്ടി. നീ ഒന്നും കണ്ടില്ല. നീ ഒന്നും കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം താനൊന്നും കണ്ടില്ല. പിന്നെ താൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാം. എനിക്കറിയാം. ഞാനതിന് ഇങ്ങോട്ട് തിരിഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ താൻ കാണാം? വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും നിൻ്റെത്. പക്ഷേ ഞാൻ ഉള്ളതാ പറഞ്ഞേ. ഞാൻ കണ്ടും ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടും ചെയ്തു. പിന്നെ നിൻ്റെ ആ മറുകുണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ. മറുകോ? എവിടെ? അത് നിൻ്റെ ആ അരക്കും പൊക്കിളിനിടയിലുള്ള ആ കറുത്ത മറുക്. അതും പറഞ്ഞ് കുക്കി തനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുകയും ചെയ്ത് കാണാനുള്ളതെല്ലാം കണ്ടും ചെയ്ത് നല്ല ഹാപ്പി മൂഡ് അവൻ്റെ റൂമിലേക്ക് പോയി. പക്ഷേ നമ്മളെ തേടവസ്ഥ എന്താ? അതിനൊക്കെ നെഗറ്റീവ് അല്ലേ? പാവം. അയ്യേ, അപ്പം ശരിക്കും കണ്ടു കുക്കി? അയ്യോ, ഞാൻ എന്ത് പണിയാ ചെയ്ത്? തേയാ, നീ എന്തുകൊണ്ടാ തേയാ? എന്തുകൊണ്ടെത്താൻ വാതിലടക്കാഞ്ഞ് തേയാ? അയ്യോ, ഇനി എങ്ങനെ കുക്കിയുടെ മുഖത്ത് നോക്കാം? അയ്യേ, ഞാൻ ദൈവമേ, ഇനി കണ്ടിട്ടുണ്ടാവില്ലേ? പക്ഷേ ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. അയ്യോ, ഞാനിനി എന്താ ചെയ്യാ? ദൈവമേ, ഇങ്ങനെയൊരു ചതി വേണ്ടില്ലായിരുന്നു. അത് മതത്തെ ചിന്തിക്കാൻ തുടങ്ങി. അതിന് അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയില്ലല്ലോ. ഞാൻ തിരിഞ്ഞാണല്ലോ നിന്നത്. പിന്നെ എങ്ങനെ കണ്ടു അല്ലേ?
അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവൾ ഇട്ട അവൽ ഓപ്പൺ ചെയ്തപ്പോൾ നേരെ മിററിൻ്റെ മുമ്പിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ കുക്കി പറഞ്ഞതെല്ലാം സത്യം. അവൾ കണ്ടിട്ടുണ്ട്. അയ്യോ, മിറർ താനെന്നെ ചോദിച്ചു. എന്താ ചെയ്യാൻ ഞാൻ? എങ്ങനെ അവനെ ഫേസ് ചെയ്യും? അയ്യോ കുക്കി കുക്കി കുക്കി. അല്ല തെയ്യാ, ഇതൊക്കെ നടന്നിട്ട് നീ എന്താടി ഇങ്ങനെ ബ്രഷ് അടിക്കുന്നേ? അയ്യേ, ആ സമയത്ത് ചിമ്മിയുടെ വന്നില്ലെങ്കിൽ എല്ലാം കൊണ്ട് അവളെ എൻ്റേതായിരുന്നു. ഛേ, ഓ മൈ ഗോഡ്. പക്ഷേ ദയാ, നിന്നെ ദൈവം രക്ഷിച്ചടി എൻ്റെ മുമ്പെന്ന്. പക്ഷേ നെക്സ്റ്റ് ടൈം നീ എന്നെ രക്ഷപ്പെടൂല മോളെ. മോളെ നീ അഡിക്റ്റടിയോ? ഛേ, വേണ്ടില്ലായിരുന്നു, വരണ്ടില്ലായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഛേ, അയ്യോ, എൻ്റെ മനസ്സിൽ ആ രംഗം മറക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇച്ചായനെ എന്തിനെന്നെ വിളിച്ചേ? ജിമിച്ചായ? അതായ, നീ വന്നോ? വാ, മുകളിലോട്ട് വാ. എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോട് മറച്ചു വെച്ചിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയില്ലേ. അതുപോലെ ഒരു കാര്യം. എന്താ ചായ? എന്താ കാര്യം? പറ എന്നോട്. അത് ഇപ്പം പറയാം. അല്ല, നിൻ്റെ മുഖം എന്താടി ഇങ്ങനെ റെഡായിരിക്കുന്നേ? എന്ത് പറ്റി? എല്ലാ ഫേവറുണ്ടോ? എൻ്റെ ദൈവമേ, ഏയ് ഒന്നുമില്ല, എനിക്ക് ഫേവറൊന്നുമില്ല ചിമ്മിച്ചായ. തോന്നുന്നതാ. അല്ല ചിമ്മിച്ചാൻ അത് പറയണ്ടെന്ന് പറഞ്ഞേ, അത് പറ ആദ്യം. അത് എനിക്ക് യൂഞ്ചിയെ ഇഷ്ടമാണ്. എന്താ, സത്യമായിട്ടും യൂഞ്ചിയെ ഇഷ്ടമാണോ ഇച്ചായനെ? എന്നിട്ട് യൂഞ്ചിയോട് പറഞ്ഞോ ഇഷ്ടം? ഇച്ചായ വേഗം പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാനിന്ന് അവരോടെല്ലാം പറഞ്ഞു. എന്താ പറഞ്ഞു എല്ലാം? എന്നിട്ടോ? അങ്ങനെ അപ്പം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ തേയോട് ചിമ്മി പറഞ്ഞു കൊടുക്കുന്നു. എനിക്കെന്തായാലും ടെൻഷനില്ല, കാരണം അവൾക്ക് ചെറിയൊരു ഇഷ്ടം ഇച്ചായനോട് ഉണ്ടോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാം. ആണോ? ഏതായാലും നാളെ ഞാൻ വെയിറ്റിംഗ് ആണ്, 4 ദിവസത്തേക്ക്. അവളെ നാളെ എന്നോട് പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ആർമിസേ, സോറി കേട്ടോ, ഫസ്റ്റായിട്ട് തന്നെ പറയാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ലെങ്ത്ത് കുറവാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, നമ്മുടെ BL ടോപ്പ് നമ്മുടെ തേ തന്നെ ആയിരിക്കും. വോട്ട് കൂടുതൽ നമ്മുടെ തേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കുക്കിനാക്കാം. അതേപോലെ ഹോബിയുടെയും ഷുഗറിൻ്റെയും കാര്യത്തിൽ നമ്മുടെ ഷുഗർ എങ്ങനെയാണ് വോട്ട് കൂടുതൽ, അതപ്പം ഷുഗർ ആയിരിക്കും ടോപ്പ്. അപ്പോൾ ആർമീസേ, ബൈ ബൈ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. See you.